ഇവിടെ ഈ ഡയാലിസിന് അല്ല ട്രാൻസ്പ്ലാന്റിന് മുമ്പ് ജിതിനൊരു 3-4 ഡയാലിസിസ് ഇവിടെ ചെയ്തല്ലോ. ഡയാലിസിസ് യൂണിറ്റ്, ഡയാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജിതിനുണ്ടായ അനുഭവം എങ്ങനെയാണ്? ഖത്തറിലുള്ള സൗകര്യങ്ങളാണ് ബെഡാണെങ്കിലും നേഴ്സിംഗ് പ്രൊസീജിയറൊക്കെ ആണെങ്കിലും ഇവിടെ ഉള്ളത്. ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഖത്തറിലുള്ളത്. ശരിക്കും അങ്ങനെ തന്നെയാണ്. ബെഡാണെങ്കിലും അവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ ICU കാര്യങ്ങളെല്ലാം ഇവിടെ എന്താണോ അത് തന്നെ അവിടെ. അപ്പോൾ ഒരു ജിതിൻ പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലെവലിൽ നമുക്ക് കെയർ ഇവിടെ കിട്ടിയെന്ന് ജിതിന് ഉറപ്പുണ്ടോ? 100% എനിക്ക് തുറന്നു പറയാൻ പറ്റും. കാരണം ഞാൻ അവിടെ ഏതാണ്ട് 6 മാസത്തിലധികം ചികിത്സ നേടിയ ആളാണ്. ഏതാണ്ട് 1 മാസത്തോളം ഞാൻ അവിടെ അഡ്മിറ്റായ വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും അതേ കെയറിങ് തന്നെയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നതെന്ന്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന അനേകം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ഇവരോടും ഇവരുടെ കുടുംബത്തോടും ഒരു ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജിസ്റ്റ് എന്ന നിലയിൽ സാറിന് നൽകാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഇപ്പം ഡയാലിസിസ് ചെയ്യുന്ന രോഗികളോടും അല്ലെങ്കിൽ കിഡ്നി അസുഖമുള്ള ആൾക്കാരോടും നമ്മൾ ഡയാലിസിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് കിഡ്നി ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്നത് തന്നെയാണ്. പക്ഷേ ഡയാലിസിസ് ഒരിക്കലും ഒരു മോശം ട്രീറ്റ്മെൻറ്റ് ഓഫ് മൊഡാലിറ്റി അല്ല. പല പേഷ്യൻറ്റുകൾക്കും ഡയാലിസിസ് തന്നെയാണ് നല്ലത്. എല്ലാ പേഷ്യൻറ്റും ട്രാൻസ്പ്ലാന്റിന് ഫിറ്റ് അല്ല. അപ്പം പക്ഷേ ഒരു ട്രാൻസ്പ്ലാന്റിലോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിലും നമ്മുടെ ചിന്താഗതിയിലൊക്കെ തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിലൊക്കെ തന്നെ വളരെ വ്യത്യാസം ഉണ്ടാകും.